സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിന ഭാഗ്യമേറിയവൻ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിന ഭാഗ്യമേറിയവൻ. എളിയവനൊരു ദുർഗവും നീ, കൊടുങ്കാറ്റതിൽ ശരണവും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ, ആശ്വാസത്തിൻ തണലും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ, ആശ്വാസത്തിൻ തണലും നീ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിന ഭാഗ്യമേറിയവൻ. സർവവദനങ്ങളിൽ നിന്നുമേ തുടച്ചിടും അവൻ കണ്ണുനീർ. തൻ്റെ ജനത്തിൽ നിന്ന സർവഭൂവിൽ നിന്നും നീക്കിയിടും അവൻ നിത്യമാ. തൻ്റെ ജനത്തിൽ നിന്ന സർവഭൂവിൽ നിന്നും നീക്കിയിടും അവൻ നിത്യമാ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിന ഭാഗ്യമേറിയവൻ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിന ഭാഗ്യമേറിയവൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 2 തെസ്സലോനിയർ 8-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുദാനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവും ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ 1:8 ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനെന്ന് കാണുന്നു. നാം ഓരോരുത്തരും കർത്താവിൽ നിന്നാകുന്ന ദൂരയാത്ര ചെയ്യുന്നവരായിരുന്നു. ലക്ഷ്യമില്ലാതെയും സ്ഥിരതയില്ലാതെയും നടന്നവരായിരുന്നു. അന്ന് നമ്മെ കർത്തൃത്വം നടത്തിയിരുന്നത് ഈ ലോകാധികാരിയായിരുന്ന സാത്താനായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ അവൻ്റെ അധികാരത്തിൽ നിന്ന് മോചനം തന്ന് സ്വതന്ത്രരാക്കി. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനാട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അങ്ങനെ സ്വാതന്ത്ര്യം ക്രിസ്തുയേശുവിലൂടെ ലഭിച്ചവരെ ആത്മാവെന്ന അച്ചാരം നൽകി മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ്. അത് ഹൃദയങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, യേശു നമ്മെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിന് കാരണമായി. 4000 വർഷം കഴിഞ്ഞിട്ടും ആർക്കും ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കാതെ പോയപ്പോൾ ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തു ദൈവമഹത്വം വിട്ട് ഈ താണൽ ഭൂമിയിൽ അവതരിച്ച് സ്ഥിരതയില്ലാതെ ഒഴിഞ്ഞു നടന്ന മനുഷ്യനെ രക്ഷിച്ച് സാത്താൻ്റെ അധീനതയിൽ നിന്നും വീണ്ടെടുത്തു. തൻ്റെ സ്വന്തം ജീവൻ മനുഷ്യവർഗത്തിന് വേണ്ടി ബലിയർപ്പിച്ചു. ജീവനില്ലാതെ മൃതപ്രായരായവരെ ജീവൻ തന്ന് സമൃദ്ധിയായ ജീവൻ തന്ന് രക്ഷിച്ചു. കാൽവറിയിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യനെ സ്ഥിരപ്പെടുത്തി പിതാവിനെ ഏൽപ്പിച്ചു. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവിലേക്ക് ഏൽപ്പിച്ചു. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെടിഞ്ഞു. ആ മരണം മൂലം നമുക്ക് ജീവൻ ലഭിച്ചു. സ്ഥിരതയുള്ളവരായി തീർത്തു. മാത്രമല്ല, നിത്യ ആശ്വാസം ലഭിച്ചു. ഒരു പ്രത്യാശയില്ലാതെ നടന്ന നമുക്ക് യേശു ക്രിസ്തുവിലൂടെ പ്രത്യാശ നൽകി തന്നു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കൃപ നൽകി. ആശ്വാസമില്ലാതെ നടന്ന നമുക്ക് ആശ്വാസം നൽകി. സ്ഥിരതയില്ലാതെ നടന്ന നമ്മളെ സ്ഥിരപ്പെടുത്തി പാറമേൽ ഉറപ്പിച്ചു. സ്ഥിരപ്പെടുത്തി അതേ നല്ലൊരു അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അത് ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിത് തനിക്ക് വസിപ്പാൻ യോഗ്യമായ ആലയമാക്കി തീർത്തു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? അത് നമ്മുടെ ഉഴച്ചിലുകളെ മാറ്റി സ്ഥിരപ്പെടുത്തി ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ വസിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ ലോകത്തിൽ കളങ്കം പറ്റാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കി യാത്ര ചെയ്യാം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരും സ്ഥിരതയില്ലാത്തവരുമായിരിക്കാം.
എന്നാൽ നിങ്ങൾക്ക് കൂടെയാണ്. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും ആണ് യേശു കാൽവറിയിൽ ജീവൻ വെടിഞ്ഞത്. ആകയാൽ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെയും സ്ഥിരതയില്ലാതെയും ജീവിതം നയിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർ ജീവിതത്തെ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിച്ച് സ്ഥിരപ്പെടുത്തി വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നൽകി മാനിക്കും. മാത്രമല്ല, പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കൂടുതൽ അനുഭവിപ്പാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തോടൊപ്പം വാസം ചെയ്യുവാനും ഇടയാകും. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നിങ്ങളെവരെ സഹായിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.